ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് നമ്മുടെ പാറുട്ടിയുടെ ചോറുള്ള ദിവസമാണ്, മാമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണീറ്റ് ഇനി പോവാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ നമ്മുടെ ഗുരുവായൂരില്ലേ, അവിടെയാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ എണീറ്റിട്ടുള്ളൂ. കാരണം നേരത്തെ എണീക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നും നേരത്തെ എണീക്കണം. അതായത് അമ്മൂട്ടിക്ക് ട്യൂഷനൊക്കെ പോകണം തന്നെ 5 മണി ഒക്കെ എണീക്കും. അപ്പം ഇന്നത് കാരണം കുറച്ച് ലേറ്റായി. പിന്നെ എന്ന് പറഞ്ഞാൽ 2 മണി വരെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചോറ് കഴിക്കുന്ന അവിടെ പരിപാടി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ, ചേട്ടൻ്റെ വീട്ടുകാരുണ്ട്, അവരങ്ങോട്ട് വരും. അവർ പിന്നെ ഓൾറെഡി തൃശ്ശൂരുള്ള അല്ലേ, നമുക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തേണ്ടത്. അപ്പം അമ്മൂട്ടി എണീറ്റ് വന്നു, ഞാനും ഇങ്ങനെ എണീറ്റ് കുറച്ചായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇനി പതുക്കനെ അങ്ങോട്ട് ഒരുങ്ങാം. അപ്പൊ നമ്മുടെ ചോറുണ്ണാള് ഉറങ്ങാട്ടോ, എണിച്ചിട്ടില്ല. അതെനിക്കിനെ മുന്നേ എല്ലാ പണിയും കഴിക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കേനെ അങ്ങോട്ട് മാറട്ടെ കേട്ടോ. മറന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വരാം. ഹലോ, അപ്പൊ ഞങ്ങൾ എണീറ്റു കേട്ടോ. ഞങ്ങൾ ഇരിക്കണേണ്ട മാമുണ്ടാവാണ് ആളിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ദേ മാമുണ്ണാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചണം നല്ല കുട്ടിയാവാന് അല്ലേ. ഗുഡ് മോർണിംഗ് കുട്ടിയുടെ, ഗുഡ് മോർണിംഗ് അവിടെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങള് ഇനി കുളിച്ചിട്ട് എന്താ പറയാ വരാട്ടാ. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദരിക്കുട്ടിയായി. ചേച്ചിക്കുട്ടി അവിടെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പൊ ഞങ്ങൾ ഇനി കുളിച്ചിട്ട് ഡ്രസ്സ് മാറും. അപ്പൊ നേരമില്ല, പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും ഒരുങ്ങുന്നത് ഞാൻ കാണിക്കാട്ടോ. അപ്പൊ വേറെ ഒന്നല്ല ചെയ്യണത്, സിമ്പിൾ ആയിട്ടുള്ള ലുക്കാട്ടോ ചെയ്യണത്. ഞാനിവിടെ ഒരു സിറം ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്ട്രോബ് ക്രീം മിക്സ് ചെയ്തിട്ട് നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അത് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണത്. സ്കിന്നിലായിട്ട് ഫേസിലായിട്ട് ആ ഒരു നല്ലൊരു ബേസ് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യണത് നമ്മുടെ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മസ്റ്റല്ല ഐബ്രോ സെറ്റ് ചെയ്യണത്. അതിനുശേഷം നമ്മളൊരു ക്രീം ബ്ലഷ് എടുത്തിട്ട് നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ നമ്മുടെ ചീക്സിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു വളരെ കുട്ടി ഒരു മിനിമൽ ആയിട്ട് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ചെയ്യണത് ഒരു ലിപ്സ്റ്റിക് എടുത്ത് അതിന് തന്നെ ഞാനൊരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്സിനെ ഒന്ന് ലൈൻ ചെയ്തു. പിന്നെ ഞാൻ ലിപ്സ് ഒന്ന് ബിഗ്ഗർ ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. നമുക്ക് പല പല കാര്യങ്ങളും ട്രൈ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫിക് ഐലൈനർ ലുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ നമ്മൾ കാണാൻ പോണത്. അതായത് നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ അതുപോലെ തന്നെ ദീപിക പദുക്കോണൊക്കെ ചെയ്തിട്ടുള്ള മാതിരി സംഭവം വേറെ ഒന്നല്ല, എൻ വൈബെ ഐ ലവ് പെൻ ഐലൈനർ ആട്ടോ ഇത് വന്നിട്ട്. ഇതിന് നമുക്ക് ബിഗിനേഴ്സിന് സൂപ്പർബായിട്ട് നമുക്ക് വിങ് ഐലൈനറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. നമുക്കിത് ജസ്റ്റ് ഒരു സ്ട്രോക്കിൽ തന്നെ നമുക്ക് സ്മൂത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു പെൻ ഐലൈനർ വെച്ച് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഹെയർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അധികം മേക്കപ്പ് ഒന്നും ഇല്ല. ഹെയർ വന്നിട്ട് ഞാൻ ഓൾറെഡി കുളിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചൊക്കെ എടുക്കണം കേട്ടോ. ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് കാണണ്ട. ഞങ്ങൾ എല്ലാവരും ഏകദേശം മാച്ചായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഹലോ, അപ്പൊ ഞങ്ങളിത് എല്ലാരും റെഡിയായി. അപ്പൊ നമ്മുടെ ഫുൾ ആയിട്ടുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ നേരം വൈകി, അത്യാവശ്യം കുറച്ച് നേരമായി. വിചാരിച്ചേക്കാളും വൈകി. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് എല്ലാരും ഏകദേശം ഒരേപോലെ. ഞങ്ങൾ പാറക്കുട്ടി ആദ്യമായിട്ട് ഇതേ പട്ടുപാവാട ഇട്ടിട്ട് നിക്കണം കേട്ടോ. അപ്പൊ അമ്മുക്കുട്ടിയും പാറക്കുട്ടിയും അച്ഛനും അമ്മയൊക്കെ ഏകദേശം ഒരേപോലെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം കേട്ടോ. പിന്നെ എന്നാല് ഉള്ളിൽ കയറിയിട്ട് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കണ, ഭക്ഷണം കൊടുക്കണം, ചോറ് കൊടുക്കണ സമയത്തിന്റെ ഒരു കാര്യം നമുക്ക് അറിയില്ല, എടുക്കാൻ പറ്റില്ല. ഫോട്ടോ പിന്നെ ഒരാഴ്ച വരെയൊക്കെ ചെയ്യാട്ടോ. നമ്മളവിടെ അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അമ്മൂട്ടിയുടെ അവർ വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് അയച്ചു
വേറെ ഉണ്ണിയുടെ ഫോട്ടോ കൂടി ഞങ്ങൾക്ക് കിട്ടി. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ ഉണ്ണിന്നൊന്നും അറിയില്ല. അവരുടെ ഫാമിലി ഒക്കെ ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് വഴിയെ പറയാം. നമുക്ക് അന്തിക്കാട് ഞങ്ങൾ പോണം. ഞങ്ങൾ അങ്ങനെ എന്താ പറയാ അധികം പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെയും പോണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം. പരിപാടി ചടങ്ങൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടിട്ട് ഗുരുവായൂർക്ക് നമുക്ക് എന്തായാലും. അപ്പൊ നമ്മുടെ പാറുട്ടീന്റെ ഡ്രസ്സ് ഇട്ടാ നമ്മള് ഓൺലൈനിൽ എടുത്തത്. അതെ ബാക്കിൽ ഇങ്ങനെ ഒരു ബോയ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു എന്താ പറയാ പട്ടുപാവാട. അതുമ്പോ ചെറിയ ഗോൾഡന്റെ വർക്ക് ഉണ്ട്. ഇത്രയും കണ്ടില്ലേ ഞങ്ങള് സുന്ദരിയായിട്ടാ. പിന്നെ ഞാന് തിരക്ക് പിടിച്ച് ലാസ്റ്റ് മിനിറ്റിൽ എടുത്തതാ. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ ഭംഗിയായൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യിക്കാനൊന്നും പോയില്ല. ഡ്രസ്സൊന്നും ചെറിയൊരു ചടങ്ങല്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ ഏകദേശം ഇതെങ്ങനെയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കിയ പാർക്കുട്ടി ശരിക്കും നോക്കുന്നുണ്ട് ക്യാമറയിലേക്ക്. അവിടെ ലൈറ്റ് കാണുന്ന തന്നെ. നല്ല മഴയായിരുന്നു. ഒപ്പം തന്നെ എന്ന് പറഞ്ഞാല് നല്ല ഇടിയുടെ പൂരായിരുന്നു കേട്ടോ. അമ്പലത്തില് ഒരു ഇഞ്ച് സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാട്ടോ. നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് കാർ പാർക്ക് ചെയ്തു. അപ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ ബസ്സിൽ വന്നത്. അപ്പൊ അവര് അവിടെ അപ്പുറത്ത് സ്റ്റാൻഡിൽ വന്നത്. അപ്പൊ നമ്മള് നേരെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ ഗുരുവായൂർ എത്തിട്ടോ. അമ്മുക്കുട്ടി എവിടെ? അമ്മുക്കുട്ടി അവിടെ ചാരിയിരിക്കാം. അപ്പൊ നമ്മള് ഗുരുവായൂരെത്തി. ഉണ്ണിയാവ് ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങള് അച്ഛനും അമ്മയും ചേട്ടൻ അനിയനും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യട്ടോ. അവര് അന്തിക്കാട് നിന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു, ഞങ്ങളിപ്പോ ഫോണിൽ എടുക്കണം കേട്ടോ. കാരണം വെച്ചാല് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കൊടന്നുണ്ട്, പക്ഷെ ക്യാമറ ഞങ്ങൾ എടുത്തില്ല. കാരണം ഉള്ളിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ക്യാമറ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഗുരുവായൂർ വന്ന് ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ഒരുമിച്ച് കയറാന്ന് വെച്ചിട്ടോ. പിന്നെ പറ്റണ പോലെ എടുക്കാം. ചേട്ടൻ അനിയുള്ള കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അവനെ കൊണ്ട് എടുപ്പിക്കാലോ. നോക്കട്ടെ കേട്ടോ, എന്തായാലും നോക്കട്ടെ. പാർക്കുട്ടി എന്നെ മുടി പിടിച്ച് വലിക്കാം. അമ്മക്കുട്ടി നമുക്ക് എന്തായാലും അവര് വന്നിട്ട് ഇനി കാണാം. അപ്പൊ ഞങ്ങള് മാമൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങക്ക് മാമ ഉണ്ടതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്കറിയാലോ ഗുരുവായൂർ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ദേ മാമുണ്ട്. ഈ കൊണ്ടെടുത്തിട്ട മാമുണ്ട്. എന്നിട്ട് ഞങ്ങള് വീണ്ടും ഡ്രസ്സ് മാറി. അപ്പൊ നമുക്കും പോകുന്ന മഴപ്പില് വാങ്ങാൻ. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കടകളിലൊക്കെ ഒന്ന് കയറട്ടെ. പിന്നെ ഞങ്ങള് ഗുരുവായൂർ അങ്ങനെ എപ്പോഴും വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റും അതിനടുത്തുള്ള കടകളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ മഴയാണ്. മഴ മാത്രല്ല, നമ്മള് 2 മണി എന്ന് പറഞ്ഞാൽ 2 മണിയുടെ ഇവിടത്തെ അവസാനിക്കണ വരെ, അതായത് ഭക്ഷണം കൊടുക്കണ അവസാനിക്കുന്ന സമയത്ത് വരെ ഇടിയുടെ പൂരായിരുന്നു കേട്ടോ. ചോറ് കൊടുക്കാനും ക്യൂ നിൽക്കാനും. പിന്നെ കുറെ പേര് കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഗുരുവായൂർ പോയപ്പോ കുറെ ആൾക്കാരെ കണ്ടു. അപ്പൊ ഏകദേശം ഒരു 3 മണിക്കായി. ഭക്ഷണം കഴിക്കല് നടന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നീങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടോ. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടല്. അത്യാവശ്യം കുറച്ച് വലിയ ഹോട്ടലാണ്. സ്റ്റേ സൗകര്യം കൂടി ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് ആട്ടോ. ഞങ്ങള് മാമുണ്ടാൻ വന്നില്ല. പാർട്ടിയുടെ മാമുണ്ടല്ല, ഞങ്ങളുടെ മാമുണ്ടിന്.
പിന്നെ എന്ന് പറഞ്ഞാൽ ചോറ് കൊടുക്കണതിന്റെ ഫോട്ടോ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്, ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഗുരുവായൂരിന്ന് ആ ഫോട്ടോ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അവർ എടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ അയച്ചിരുന്നൊക്കെ പറഞ്ഞു, ഇതുവരെ നമുക്ക് അയച്ചു തന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മുടെ എന്താ പറയുക മീൽസിൽ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പൊ അത് നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ കുറെ സൈസ് കറികളും അങ്ങനെ നല്ല രസമായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടീന്റെ എങ്ങനെയുണ്ട്? ഹലോ, അപ്പൊ നമ്മള് ദേ പാറക്കുട്ടീനെയും കൊണ്ട് നമ്മുടെ അന്തിക്കാട് എത്തിയിട്ടാ. അമ്മൂട്ടീനെ നോക്കിയേ, മഴ നനഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചീഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറണം. നമ്മുടെ പാറക്കുട്ടി ഇത് എങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്തിക്കാട് എത്തിയിട്ടാ. അവിടെ വണ്ടി ഇറങ്ങിയിട്ടുള്ളതേ, അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് ഇറങ്ങണു. അപ്പൊ ഇനി നമ്മൾ പോവും കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ അധികം വന്നിട്ടില്ല ഉണ്ണീനും കൊണ്ട്. അപ്പൊ അങ്ങനെ വന്നു. ഇവിടെ നമ്മുടെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ ഒരു വഴിയായിട്ട്, അപ്പോൾ സമയം 6:30 വൈകുന്നേരം. അങ്ങനെ 1-2 വേറെ സ്ഥലത്തേക്കും കൂടെ അമ്പലങ്ങളിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി. ഇവിടെ അന്തിക്കാട് പരിസരത്തുള്ള അമ്പലങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ എത്തിപ്പോയി. ഇനി നമ്മളെന്തായാലും പോയിട്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഇടണം. അപ്പം അത് കൊടുന്നുണ്ട്. അപ്പം അതൊക്കെ മാറി ഫ്രഷ് ആയിട്ട് ഇനി വരാട്ടാ. ആകെ ഒരു മാതിരി അലങ്കോലായി കാലത്ത് ഇറങ്ങിയെന്ന്. ഞങ്ങൾക്ക് അറിയായിരുന്നു ഓൾറെഡി മഴയാവുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ ഡ്രസ്സും ഞങ്ങൾ കൊടുന്നിരുന്നു കേട്ടോ. കാരണം ഇട്ടതൊക്കെ ഒരുമാതിരി ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, പിന്നെ കുറച്ച് കട്ടിയുള്ളതൊക്കെ. അപ്പൊ മഴ കൊണ്ടിട്ട് ആകെ ചീഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടിട്ടുള്ള കഞ്ഞുണ്ണിയാണ് നമ്മുടെ ഹെയർ ഓയിലിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, അപ്പുറത്തും കൂടി ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കയറണേ മുന്നേ ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പം അപ്പുറത്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയും കൂടി നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഞ്ഞുണ്ണിയാണ് നമ്മുടെ ഹെയർ ഓയിലിക്ക്. നമ്മൾ വീട്ടിൽ തന്നെ നല്ല എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊന്നും ചേർക്കാൻ ചിലപ്പോൾ മേടിക്കുന്നതൊക്കെ അങ്ങനെ ഉണ്ടാവേ. അപ്പം നമ്മളിതുപോലെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കാൻ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എന്താ പറയുക, ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ വളർത്തുമ്പോഴേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ അപ്പുറം ഇപ്പുറയും പിന്നെ അച്ഛൻ കുറച്ച് വേറെ സ്ഥലത്തൊക്കെ അവിടെ ആയിട്ട് നട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ചെയ്യുക എണ്ണ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറ്റിയിട്ട് വേറെ വീടുകളിലേക്ക് കയറാം, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതാണ് നമ്മൾ പിന്നെ എത്രയും വൈകിയത് കേട്ടോ വീട്ടിൽ വരാനായിട്ട്. അപ്പൊ നമ്മുടെ പാറുട്ടി നമ്മുടെ അന്തിക്കാട് വീട്ടിൽ കയറാൻ പോവാട്ടെ. അവിടെ നമ്മള് ഇപ്പഴാ വരുന്നതേ, അമ്പലത്തിലൊക്കെ പോയിട്ട്. ആ അച്ഛമ്മയുടെ ഇതേ പോണു പാറുട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. വീട്ടിലായെന്ന് പറഞ്ഞാല് പപ്പായ, കുക്കുംബർ, പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ എന്താ പറയുക വേപ്പില. ഇത് വീട്ടിലുണ്ടായതല്ല കേട്ടോ, ഇത് നമ്മുടെ അവിടെ നിന്ന് വാങ്ങിച്ചതാ. ചുണ്ടങ്ങ അച്ഛൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാ, ചുണ്ടങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇത് പപ്പടം നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാ. പിന്നെ അതേ തേങ്ങ, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടായിണ്ട, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ തണ്ണിമത്തൻ്റെതായിട്ട് കാണുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. തണ്ണിമത്തങ്ങ നമ്മുടെ ഇവിടെയാണ്, ആ ഭാഗത്താണ് കുക്കുംബർ ഉണ്ടായിട്ടുള്ളത്. കുക്കുംബറിൻ്റെ കൂടെ ഈ കാണുന്നത് മാങ്ങ ഇഞ്ചി കേട്ടത്. ഇത് മാങ്ങ ഇഞ്ചി ഇല്ലേ, മാങ്ങയുടെ മണമുള്ള ഇഞ്ചി. അത് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നല്ല രസമാണ്. തേങ്ങയുടെ കൂടെ കുറച്ചിട്ടാലേ നമുക്ക് മാങ്ങയുടെ ടേസ്റ്റ് കിട്ടും ചമ്മന്തിക്ക്. അപ്പോൾ ഇതൊരു ഇവിടെ ഇങ്ങനെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, പന്തൽ. ഇതാണ് കുക്കുംബർ ഉണ്ടായിരുന്നത്. തണ്ണിമത്തൻ ചേടാ. പിന്നെ ഇതിവിടെ കുക്കുംബർ ഉണ്ടാകുന്നുണ്ട്. കുക്കുംബർ വലുതായിട്ടില്ല, ഒക്കെ ഇങ്ങനെ 2 ഉണ്ടാകുന്ന ഞാൻ പൊട്ടിച്ചുകൊണ്ട് പോവാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ പീച്ചിങ്ങ നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ട്. അച്ഛനാണ് ഇതൊക്കെ നടുന്നത് കേട്ടോ, അച്ഛനും അമ്മയും. അപ്പോൾ പീച്ചിങ്ങ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കറി വെച്ച് കഴിക്കുന്ന പീച്ചിങ്ങയില്ലേ, അത്. അപ്പോൾ ഇതാണ് പീച്ചിങ്ങ. പീച്ചിങ്ങ പക്ഷെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. പീച്ചിങ്ങ മാത്രമല്ല കേട്ടോ, അതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പീച്ചിങ്ങ. പിന്നെ ഇത് വന്നിട്ട് കയ്പ്പയ്ക്കാണ്, അത് അച്ഛൻ കവറിട്ട് വെച്ചേക്കാം ഈ പുഴു കുത്തണ കാരനെ. പീച്ചിങ്ങ പിന്നെ വേറെ ഉണ്ടാവോ, വേറെ ഇല്ലാന്ന് തോന്നുന്നു. അമ്മ അമ്മേ അമ്മ 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 പീച്ചിങ്ങ കറി വെച്ചാ? പീച്ചിങ്ങ കറി വെച്ചാ? ഉവാ, അതെങ്ങനെ കറി വെക്കണേ?
പരിപ്പിലിട്ട് വെക്കാൻ പറ്റുമോ? ഉപ്പേരി വെക്കോ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായി നിക്കണുണ്ട് പീച്ചിങ് ഈ സൈഡില്. പക്ഷെ ഇതായിട്ടില്ലാന്ന് തോന്നണേ. അല്ല പീച്ചിങ് ഉണ്ട്. ദേ ഇവിടെ അങ്ങനെ വരയായിട്ടല്ലേ. അതെ ഇവിടെ ഇത് പക്ഷെ ആയിട്ടില്ലെന്ന് തോന്നണ. ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തപ്പോഴേ. ഇതായിട്ടില്ലല്ലോ, മൂത്തിട്ടില്ലല്ലോ. ഇത് പൊട്ടിക്കാം, ചള്ളണ് വേണ്ടത്. നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ കൊണ്ടുപോകാം. ഉപ്പേരി അല്ല കറി വെച്ച് നോക്കാൻ വെക്കുമ്പോൾ പുളിയൊന്നും ഇടാണ്ട് നമ്മള് വെക്കില്ലേ, അതുമാതിരി. ഇതില് ഈ സാധനങ്ങളൊക്കെ കളയണം, ചെത്തി കളയാം. എന്നിട്ട് ആ വരമ്പായിട്ട് നിക്കണതൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ പോരുന്നില്ല. കത്തി കൊണ്ടുണ്ട് വരും. അമ്മ പൊട്ടിച്ചാ മതി. പിന്നെന്നോ ആയിട്ടില്ല. അല്ല ഇത്തിരി കൂടി വലുതാക്കും എല്ലാവും. അപ്പോഴും ഹലോ, അപ്പൊ നമ്മള് പോവാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ച്. സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പച്ചക്കറികളും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ വാവുട്ടിയുടെ ചോറൂണൊക്കെ നല്ല ഗംഭീരമായി, അടിപൊളിയായി. വൈകുന്നേരമായി, രാവിലെ ഇറങ്ങിയതാ. അപ്പം എന്തായാലും നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് ഇനി പോകണം. വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു സമയമാവും. കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്, ഭയങ്കര ഇരുട്ടാ. അപ്പം നമുക്ക് പിന്നെ കാണാം. ഹലോ, അപ്പം നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അമ്മുക്കുട്ടി ചേട്ടൻ അപ്പൊ പാറക്കുട്ടി ട്രെയിനല്ല പിടിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി പിന്നെ കാണാം. നല്ല അടിപൊളിയായി പാർട്ടിയുടെ വിചാരിച്ചേക്കാളും നന്നായി. ഞങ്ങൾ വിചാരിച്ചതാകാം മഴയായിട്ട് ആകെ പ്രശ്നമാവുന്ന, പക്ഷെ മഴ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നല്ല എന്താ പറയാ രീതിക്ക് നടന്നു നമ്മുടെ ചോറൂണൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ പാർട്ടിക്ക് ഇനി പുതിയ പുതിയ ഫുഡൊക്കെ കൊടുക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ വരാം, നേരം വൈകി. അപ്പൊ നമ്മുടെ പാറുട്ടിക്ക് പുതിയ പുതിയ ഫുഡൊക്കെ പരിചയപ്പെടുത്തണം. അപ്പൊ ഞാൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിന്റെ കൂടെ. അപ്പൊ എന്തായാലും നമുക്കത് വരുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ, ലവ് യു ഓൾ.